അവഗണിച്ചാൽ എങ്ങനെ തെറ്റി ഒഴിയും? മാന്യ സ്നേഹിത, ഈ പുത്രനെ, ഈ യേശു കർത്താവിനെ ചവിട്ടിക്കളഞ്ഞാൽ ന്യായവിധിയല്ലാതെ മറ്റൊന്നില്ല എന്ന് തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെടണം കേട്ടോ. ന്യായവിധിയിലേക്ക് പോകരുത്. ഒരിക്കൽ മരണമുണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിത, ചോദിക്കട്ടെ, ഇന്ന് രാത്രിയിൽ നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? നിത്യമായി നരകത്തിലേക്ക് പോകരുത് കേട്ടോ. നീ നരകത്തിലേക്ക് പോകരുത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ ദൈവം വ്യക്തിപരമായി സ്നേഹിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവനായി ദൈവം അറിയുന്നവനാണ്. നമ്മളത് കണ്ടതാണ്. ഇന്ന് രാത്രി നിന്നെ ഉള്ളതുപോലെ അറിയുന്ന, പാപാവസ്ഥ അറിയുന്ന, നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിന്റെ അടുക്കൽ ഇന്ന് രാത്രിയിൽ ഒന്ന് വരുമോ? രക്ഷപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യേണ്ടു? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷപ്പെടും. ഇന്ന് രാത്രിയിൽ എന്തു നീ വിശ്വസിക്കണം? ലളിതമായ കാര്യം ഒന്ന്, താങ്കൾ നഷ്ടപ്പെട്ടൊരു പാപിയാണ്. പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് നിങ്ങൾ വിധേയപ്പെട്ടവരാണ്. നിത്യമായ ന്യായവിധിക്ക് നിങ്ങൾ വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ ദൈവം നീതീകരിക്കുന്നവനാണ്. നിങ്ങളുടെ ശിക്ഷകളെ മാറ്റുവാൻ വേണ്ടി യേശു കർത്താവ് കാൽവരിയിലെ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശിക്ഷകൾ ഏറ്റെടുത്തു. എത്ര നാളായി ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു? കാൽവരിയിലെ ക്രൂശിലെ സ്നേഹത്തിന്റെ സന്ദേശം എത്ര നാളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു? കാണുന്നില്ലേ കാൽവരിയിലെ സ്നേഹം? എല്ലാവരാലും കൈവിടപ്പെട്ടവനായി, ദേഹമാസകല മുറിവുകൾ ഏൽക്കപ്പെട്ടവനായി, അടികളേൽക്കപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം വെച്ചവനായി, കൈകാലുകൾ ക്രൂശിനോട് ചേർത്ത കാരിനും പാണികളാൽ ബന്ധിക്കപ്പെട്ടവനായി മരണം ആസ്വദിക്കുന്ന കർത്താവിന് ഇന്ന് രാത്രിയിൽ ഒന്ന് കാണുമോ? എന്തിനാണ് പാപമില്ലാത്ത യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്? പൗലോസ് പറയുന്നത് പോലെ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി. മാന്യ സ്നേഹിത, താങ്കളെ സ്നേഹിച്ചത് കൊണ്ടാണ്, താങ്കളുടെ പാപത്തിന്റെ ശിക്ഷകളാണ് അവിടുന്ന് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തത്. ഇന്ന് രാത്രിയിൽ അതൊന്ന് മനസ്സിലാക്കി, കർത്താവേ, എന്റെ പാപത്തിന്റെ ശിക്ഷകൾ അവിടുന്ന് ഏറ്റെടുത്തതിനായി ഞാൻ നന്ദിയോടുകൂടെ അങ്ങയെ സ്തുതിക്കുന്നു. എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അങ്ങയെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടും. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ നിനക്കുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് പറയുവാൻ സാധിക്കും, ഞാൻ മരിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. ഇന്ന് രാത്രിയിൽ ഈ പ്രത്യാശയില്ലാത്ത, ഇതുവരെയും പാപമോചനം പ്രാപിക്കാത്ത, യേശു കർത്താവ് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നിത്യതയുടെ ഉറപ്പ് പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രിയിൽ, നിങ്ങൾ വീട്ടിലാകട്ടെ, കവലകളിലാകട്ടെ, ഈ പന്തലിനുള്ളിലാകട്ടെ, ഒരു നിമിഷം ഒരു കാര്യം ഞാൻ പറയാം. ഈ ക്രിസ്തുവിനെ കൂടാതെ പോയാൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം നിങ്ങൾക്കായി നിയമിച്ചിരിക്കുന്നു. ആ ന്യായവിധി രക്ഷപ്പെടുവാൻ സ്നേഹവാനായ ദൈവം ഇപ്പോൾ പാപമോചനം കൊടുത്ത് ജനതകളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രക്ഷകനെ എനിക്ക് വേണം. പാപമോചനം എനിക്ക് വേണം. യേശുക്രിസ്തുവിന്റെ നീതീകരണം എനിക്ക് വേണം. ശിക്ഷയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. സ്നേഹവാനായ കർത്താവിനെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എന്ന് തീരുമാനമെടുക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ ഇന്ന് രാത്രിയിൽ ഒരു ലളിതമായ പ്രാർത്ഥന ഹൃദയംഗമായി കർത്താവിനോട് ഇങ്ങനെ ഒന്ന് പറയുമോ? എന്റെ പിന്നാലെ ഈ കാര്യം ബോധ്യമായവർ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, യേശുവേ കർത്താവേ, ഞാനൊരു പാപിയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്റെ പാപത്തിനായി അവിടുന്ന് ക്രൂശിൽ മരിച്ചു. എന്റെ ശിക്ഷകളാണ് അവിടുന്ന് ഏറ്റെടുത്തത് എന്നെനിക്ക് മനസ്സിലായി. നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അങ്ങയെ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇനി ഞാൻ അങ്ങേക്കായി ജീവിക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യമാക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ കാര്യം നിങ്ങൾക്ക് ബോധ്യമാക്കി തന്ന് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിലായി. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നരകത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നിരിക്കുന്നു. ന്യായവിധിയിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു പറയുന്നു, എന്നിൽ ഈ നിലയിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ
രക്ഷിച്ച് പരിപാലിച്ച് നിത്യതയുടെ പരദീസ വരെ നമ്മളെ എത്തിക്കുന്ന ഈ കർത്താവിനെ ഞാൻ സ്വീകരിച്ചു, അവിടത്തേക്ക് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടു എന്ന് തീരുമാനമെടുത്ത് ആരെങ്കിലും ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ ഉള്ളിലുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആരുമായിക്കൊള്ളട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കർത്താവിനെ എനിക്ക് വേണം, കർത്താവിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലതു കരം ഒന്ന് ഉയർത്തി കാണിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ആരുടെ രാത്രിയിൽ മരണശേഷം എവിടെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അങ്ങേ ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുവാൻ തയ്യാറുള്ള, അങ്ങനെ സ്വീകരിച്ച ആരെങ്കിലും, എപ്പോഴാകുന്നു സുപ്രസാദകാലം, എപ്പോഴാകുന്നു രക്ഷാ ദിവസം, നമുക്കറിഞ്ഞുകൂടാ നാളെ നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആരുടെ രാത്രിയിൽ ദൈവം സഹായിക്കട്ടെ, പറയട്ടെ, ഈ ആത്മാവിന്റെ പ്രവർത്തനത്തെ, ദൈവവചനത്തെ അവഹേളിച്ചു പോയാൽ, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ പോയാൽ രാത്രിയിൽ പറയട്ടെ, യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ